സമീപ ദിവസങ്ങളിലായി പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. അതായത് ഇവിടെ നിന്നും വിലപിടിപ്പുള്ള സ്വർണ്ണമടങ്ങുന്ന ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയി എന്ന വാർത്തയാണ് പുറത്തു വന്നത്. എന്നാൽ ഇത്തരമൊരു വാർത്ത ശരിക്കും അടിസ്ഥാനരഹിതമാണ് എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ഭക്തജന ഭാരവാഹികൾ ആരോപിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. വസ്തുക്കളെല്ലാം തന്നെ, അമൂല്യമായ വസ്തുക്കളെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നും ഇത് ശരിക്കും ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഒരു ശ്രമമാണ് എന്നതാണ് ഭാരവാഹികൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ കേന്ദ്രസേനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അതിലൊരു വിയോജിപ്പാണ് അവർ പ്രകടിപ്പിക്കുന്നത്. കേന്ദ്ര സേനയ്ക്ക് പകരം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവികൾ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് വേണ്ട അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നീക്കുപോക്കുകൾ നടത്തണമെന്നതാണ് അവരുടെ ഒരു അഭിപ്രായമായി തന്നെ അവർ പങ്കുവച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ഭക്തജന കൂട്ടായ്മയിലെ തന്നെ ഭാരവാഹികൾ നമ്മൾ കർമ്മ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. നമുക്ക് അവരോട് തന്നെ ബാക്കി കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമാണ്. പക്ഷേ ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് കുപ്രചരണങ്ങളും കളവായ വാർത്തകളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളപ്രചരണങ്ങൾ ഭക്തജനങ്ങളിലും നാട്ടുകാരിലും ഉണ്ടാക്കിയിട്ടുള്ള ദുഃഖവും ആശങ്കയും വളരെ വലുതാണ്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് പോലീസ് ഇൻ്റലിജൻസ് മേധാവിയുടെ ആഭ്യന്തര വകുപ്പിലേക്ക് നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ പോലീസ് പ്രവർത്തിക്കേണ്ടിയിരുന്നത് ആരോപണം ഉന്നയിക്കുന്ന രീതിയിലല്ല. ഇങ്ങനെയൊരു കളവോ വസ്തുക്കളുടെ ക്രമക്കേടോ നടന്നിട്ടുണ്ടെങ്കിൽ അത് FIR ഇട്ട് അന്വേഷിച്ച് ആ കളവ് മുതൽ തിരിച്ചു പിടിക്കുന്നതിനോ അല്ലെങ്കിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ആണ് മുന്നോട്ട് പോവേണ്ടിയിരുന്നത്. അതിന് പകരം പോലീസ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനത്തെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് 2020 ജൂലൈ 13 സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ്. സുപ്രീം കോടതി വിധിയിൽ അസന്നിഗ്ധമായി ക്ഷേത്ര ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതനുസരിച്ച് ഇവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ സംരക്ഷണവും അതിൻ്റെ ക്ഷേത്ര ആവശ്യത്തിനുള്ള വിനിയോഗവും എല്ലാം ഭരണസമിതിയിലും അഡ്വൈസറി കമ്മിറ്റിയിലും നിക്ഷിപ്തമാണ്. അങ്ങനെയിരിക്കെ പോലീസ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ ഭരണസമിതിയും കൂടി ക്രിയാത്മകമായി ഈ ക്ഷേത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ ഭഗവാന് ചാർത്തി ദർശനം നടത്തേണ്ടതായിട്ടുള്ള അമൂല്യ വസ്തുക്കളും തിരുവാഭരണങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളത് എത്രയും പെട്ടെന്ന് കേടുപാടുകൾ തീർത്ത് അത് ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി ഭക്തജനങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഒരു നിവേദനം ഇന്ന് ഭക്തസംഘടനകൾ ക്ഷേത്രം ഭരണസമിതി ചെയർമാന് ഇന്ന് പ്രാഥമികമായി നൽകിയിട്ടുണ്ട്. തുടർന്നും ഇതുപോലെയുള്ള ഈ വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റ് അധികാരികളുടെ ശ്രദ്ധയിലേക്കും പെടുത്തുവാനായി ഭക്തജന സംഘടനകൾ മുന്നിട്ട് വരുന്നതായി. അതുപോലെ ഞങ്ങൾ വേറൊരു ആവശ്യം, ഈ ഇങ്ങനെ ഇല്ലാത്ത ഒരു നടക്കാത്തൊരു സംഭവത്തിൽ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഈ ഗവൺമെൻറ്റിനെയും പൊതുസമൂഹത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച ഈ റിപ്പോർട്ട് ഏത് തരത്തിൽ വന്നു, ഈ റിപ്പോർട്ട് ഇതിങ്ങനെ ആരാണ് കെട്ടിച്ചമച്ചത്, ഇത് അന്വേഷിച്ചുകൊണ്ട് അത് ഞങ്ങൾ ഭക്തജന സംഘടനകൾ ഞങ്ങൾ നാളെ തന്നെ ഗവൺമെൻറ് പ്രതിനിധികളെ കാണുന്നതാണ്. ഇങ്ങനെ നടക്കാത്ത സംഭവത്തിന്മേൽ ഇങ്ങനെ അത് ഏത് ഇൻ്റലിജൻസ് മേധാവി ആയാലും അദ്ദേഹം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഒരിക്കലും ഇവിടെ സംഭവിക്കാത്ത കാര്യങ്ങൾ, ഇവിടെ എത്രയോ വർഷം കൊണ്ട്, പതിറ്റാണ്ടുകളുണ്ട്, അമ്പലത്തിൻ്റെ ഗാർഡ് കമാൻഡർമാരുണ്ട്, അതേപോലെ ഇപ്പം വർഷങ്ങൾ കൊണ്ട് പോലീസിൻ്റെ ഈ പറയുന്ന സുരക്ഷയുണ്ട്. ഇങ്ങനെ നടക്കാത്തൊരു സംഭവത്തിന്മേൽ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാക്കി അമ്പലത്തിനെയും അതോടുപരി ഈ ഭക്തജനങ്ങളെ ഈ രീതിയിൽ അമ്പലത്തിനെ മലീനസമാക്കുന്ന റിപ്പോർട്ടാണ് ഈ വന്നത്. ഇത് വസ്തുതാപരമായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് പ്രതിനിധികളെ കാണുന്നതാണ്. ഇവിടെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമുണ്ട്, സുരക്ഷാ മേധാവിയുണ്ട്.
അത് ശക്തമായ സുരക്ഷാ സംവിധാനമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ അടിസ്ഥാനം കണ്ടെത്തണം. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കണ്ടെത്തണം. മാത്രമല്ല എന്താണ് ഇവിടെ ഇപ്പോൾ കേന്ദ്രസേന ഏറ്റെടുക്കണം. എന്തിനാണ് കേന്ദ്രസേന ഏറ്റെടുക്കുന്നത്? ഇവിടെ ഒരു സർക്കാരില്ലേ? ആ സർക്കാരിൻ്റെ കീഴിൽ ശക്തമായ ഒരു പോലീസ് സംവിധാനമില്ലേ? എന്തിനാണ് പിന്നെ കേന്ദ്രസേന വരുന്നത്? ഒരു കാരണവശാലും ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധ കൂട്ടായ്മയാണ്, ആ കൂട്ടായ്മയുടെ ഒരു അഭിപ്രായമാണ്, ഒരു കാരണവശാലും കേന്ദ്രസേന ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനോ കേന്ദ്രസേന ഏറ്റെടുക്കുവാനോ പാടില്ല. ഇവിടെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമുണ്ട്. അതിനകത്ത് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും കാണുന്നില്ല. അത്രയേ ഉള്ളൂ. മാത്രവുമല്ല ഇവിടെ നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഭരണസമിതി കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ കേന്ദ്രസേന വരുന്നതോടും നമുക്കും യോജിപ്പില്ല. ഈ സംസ്ഥാന പോലീസിൻ്റെ ഇത് തന്നെ മതി എന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം.